കൃത്യമായിട്ട് കുട്ടികൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓട്സ് നമുക്ക് കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൻറ്റി ബാക്ടീരിയലായിട്ട് ആൻറ്റി ഫംഗലായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ കുട്ടികളുടെ ശരീരത്തിൽ ഈ വളർച്ചയുള്ള സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ബെറികൾ ഏറ്റവും പ്രധാനപ്പെട്ട ബെറികളാണ്. ഈ സ്നാക്സുകൾ, ഡ്രിങ്ക്സ്, നമ്മൾ ഈ പറഞ്ഞ കൊക്കോള, പെപ്സി പോലുള്ള ശീതളപാനീയങ്ങളുണ്ടല്ലോ, അവയൊന്നും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല. എപ്പോഴും നമുക്ക് കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് വലിയ കാര്യമില്ല. നമസ്കാരം, ഡോക്ടർ അഭിജിത്താണ്, ആത്മാ വെൽനസ്. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കുട്ടികൾ നമ്മളുടെയൊക്കെ വീട്ടിലുണ്ട്. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്തുള്ളൊരു കുട്ടിയോട് 2 വയസ്സ് മുതൽ ഒരു 6, 7, 8, 9 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടല്ലോ. ഈ കുട്ടികൾക്ക് എന്തൊക്കെ ആഹാരം കൊടുക്കാൻ സാധിക്കും എന്നൊരു ചോദ്യം. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ബേബി ഫുഡിന്റെ മാർക്കറ്റാണ്. നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഏത്തക്കാപ്പൊടിയും കൂവപ്പൊടിയൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും പല കമ്പനികളുടെ ബേബി ഫുഡ് കുട്ടികളുടെ ഇന്ന കാര്യത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആഹാരം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചാണ് വന്നത്. നമുക്ക് കുട്ടികൾക്ക് ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒന്ന് മുട്ടയാണ്. എഗ്ഗ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും കൊടുക്കണം. അതിൽ മഞ്ഞ മാറ്റണം, വെള്ളം എടുക്കണം, മഞ്ഞ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എഗ്ഗ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അത് വളരെ നല്ല ഒരു പ്രോട്ടീനാണ്. അത് കൂടാതെ കുട്ടികൾക്ക് നല്ല കോളിൻ കണ്ടന്റ് ഉണ്ട്. സോ തീർച്ചയായിട്ടും കുട്ടികളുടെ വളർച്ചയിൽ കുട്ടികളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട അല്ലെങ്കിൽ എഗ്ഗ് എന്നുള്ളത്. 2 പാലാണ്. മിൽക്ക് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. പക്ഷേ അവര് അലർജി ആണോ എന്ന് നോക്കണം. മിൽക്കിനോടൊക്കെ അവർക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ അല്ലെങ്കിൽ ശുദ്ധമായ പശുവും പാല് കുട്ടികളുടെ ഈ ഗ്രോത്തിന്റെ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് പിന്നീട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാം, വണ്ണം കൂടിയാൽ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഓട്സ് അല്ലേ. ഓട്സ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ് നിങ്ങൾ ഡയബറ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഓട്സ് ഉപയോഗിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഉറപ്പായിട്ടും ഓട്സ് നമുക്ക് കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. 4മത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ബെറികളാണ്. നമുക്ക് ഈ ബെറികളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ സുലഭമായ ബെറികൾ വളരെ കുറവാണ്. എങ്കിലും ബ്ലൂബെറി ഇപ്പോൾ ആവശ്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, സ്ട്രോബെറി നമുക്ക് കിട്ടാനുണ്ട്, നെല്ലിക്ക കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെറിയ കണ്ടന്റിലാണെങ്കിലും നെല്ലിക്ക നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൻറ്റി ബാക്ടീരിയലായിട്ട് ആൻറ്റി ഫംഗലായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ കുട്ടികളുടെ ശരീരത്തിൽ ഈ വളർച്ചയുള്ള സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ബെറികൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മളെ പിടിച്ചിരുത്തി തീർച്ചയായിട്ടും നിങ്ങളിത് കഴിച്ചേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇലക്കറികളാണ് അല്ലേ. ഇപ്പോൾ ചീര, മല്ലി, അങ്ങനെ പല ഇലക്കറികളും, മുരിങ്ങയില. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇലക്കറികളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മളെ കഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിൽ ഈ ബേബി ഫുഡുകൾ അധികമായി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ ഇവയെല്ലാം ഇതിലുണ്ട് തെറ്റിദ്ധരിച്ച് നമ്മൾ ഈ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. നല്ല ഫൈബർ കണ്ടന്റ് ആണ്. നമ്മളുടെ കുട്ടികളുടെ ഈ വൈറ്റമിൻസും മിനറൽസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇലക്കറികളാണ്. ഇപ്പം ചീര ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ചീര സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം, മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് നമുക്ക് മെഴുകുവരട്ടി ഉണ്ടാക്കി കൊടുക്കാം, തോരനാക്കി കൊടുക്കാം. എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഇലക്കറികൾ അവരുടെ ഈ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കുട്ടികളെ ഫ്രൂട്ട്സ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ, ഏത് ഫ്രൂട്ട്സും, എനി ഫ്രൂട്ട്സ്, നമുക്ക് എന്ത് ഫ്രൂട്ട്സും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ആ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കഴിച്ച് നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ ഈ പറഞ്ഞ മിഠായിയിലേക്കും ചോക്ലേറ്റിലേക്കും ഈ പറഞ്ഞ പാക്ക്ഡ് ഫുഡിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എന്നുള്ളത് കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായി ഫൈബർ കണ്ടയും കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് പേഷ്യൻസ് വരുന്നൊരു പ്രശ്നമാണ് കൊച്ചു കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. അപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണ ക്രമീകരണം എടുത്ത് നോക്കുമ്പോൾ ഒരു തരത്തിലും ഫൈബർ കണ്ടന്റ് ഇല്ല, അവർ വേണ്ട വെള്ളം കുടിക്കുന്നില്ല. സോ ഇതൊക്കെ കാരണം കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അവർ ഓടി നടക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഭക്ഷണത്തിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, പച്ചക്കറിയും പഴങ്ങളും അവരുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും കമ്പൾസറി ആയിട്ട് ഒരു ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും അവരുടെ മീലിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൊച്ചിലെ വന്നാൽ, അതായത് ഈ വളരെ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ മലബന്ധം പോലുള്ള കാര്യങ്ങൾ വന്നാൽ മുമ്പോട്ട് വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ
ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ബേബി ഫുഡുകൾ, ചോക്ലേറ്റുകൾ, പാക്കറ്റിലുള്ള ഈ സ്നാക്സുകൾ, ഡ്രിങ്ക്സ്, നമ്മുടെ ഈ കൊക്കോള, പെപ്സി പോലുള്ള ശീതളപാനീയങ്ങളുണ്ടല്ലോ, അവയൊന്നും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല. ഞാൻ പറയുന്നത് ഇപ്പം വല്ലപ്പോഴും, ഇപ്പം മാസത്തിലൊന്നോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു ഗ്ലാസ് ഈ ഫ്രൂട്ടി കുടിക്കുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് അവരുടെ ഇഷ്ടപ്പെട്ട വിഭവമായി അവരുടെ കുട്ടിക്കാലം മുതലേ അവർക്ക് വരാൻ പാടില്ല. എനിക്കറിയാവുന്ന പല ആളുകളുടെയും പല കുട്ടികളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൂഡിൽസാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ചോക്ലേറ്റ് ആണ്. ആ സംഭവം, ആ ഒരു ശീലം, ആ ഒരു സ്വഭാവം കുട്ടികളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ 3 നേരം അല്ലെങ്കിൽ 4 നേരമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതിൽ ഈ പറഞ്ഞതുപോലെ പാലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മുട്ട ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ല, ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പുഴുങ്ങിയ കടല, പുഴുങ്ങിയ നമ്മുടെ പയറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുളപ്പിച്ച പയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉൾപ്പെടുത്തുക. ഇലക്കറികൾ, ചീര, മുരിങ്ങ പോലുള്ള ഇലക്കറികൾ അവർക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓട്സിന്റെ ഏത് രൂപത്തിൽ ഓട്സ് കൊടുക്കാമല്ലോ. ഓട്സിന്റെ ദോശയുണ്ട്, ഓട്സ് ഉപ്മാവായി കൊടുക്കാം, ഓട്സ് നമുക്ക് സൂപ്പ് പോലെ കൊടുക്കാം, എങ്ങനെ വെള്ളം കൊടുക്കാം. അപ്പൊ ഓട്സ് അവർക്ക് ഉൾപ്പെടുത്തുക. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ ബെറികൾ, സ്ട്രോബെറി ആയിക്കോട്ടെ, ബ്ലൂബെറി ആയിക്കോട്ടെ, നെല്ലിക്ക ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളത് നമ്മുടെ കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ വളരെ നന്നായിട്ട് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് വലിയ കാര്യമില്ല, അല്ലേ? ഇപ്പൊ ഈ കുട്ടികൾ വളരെ വലുതായി, അവർക്ക് 40 വയസ്സായി, 45 വയസ്സായി, പിന്നെ നമുക്കിനി ആളുടെ ഹെൽത്ത് അങ്ങനെയല്ല. അവര് വളരെ ചെറുപ്പത്തിൽ തൊട്ട് അവർക്ക് ഈ പറയുന്ന ഈ വിവേകം ഉണ്ടായി തെറ്റും ശരിയും എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായമാണിത്. അപ്പൊ തൊട്ട് ഇതാണ് നല്ലതെന്ന് അവരെ നമ്മൾ ശീലിപ്പിച്ചാൽ പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ അവർക്കത് ശീലമാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഭക്ഷണം വളരെ ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ബേബി ഫുഡുകളും, പറഞ്ഞ ഈ കൊക്കക്കോള, പെപ്സി പോലുള്ള ഓവറായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഈ പാക്ക്ഡ് ഫുഡുകളൊക്കെ അവരുടെ ശീലമാണെങ്കിൽ, അത് റിഫൈൻഡ് ഓയിലിലും റിഫൈൻഡ് ഫ്ലോറിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് ശീലമാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്ത് നമ്മുടെ കുട്ടികളെ വളർത്താൻ ശ്രമിച്ചാൽ നമ്മളിപ്പം കുട്ടികൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഈ എപ്പോഴുള്ള തുമ്മൽ, എപ്പോഴുള്ള അലർജി, ഈ മലബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും.